ഹായ് ഫ്രണ്ട്സ്, ഞാൻ സുകന്യ, ഒരു കൊല്ലംകാരിയാണ്. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കെല്ലാം സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ ഇവിടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 19 days വെയിറ്റ് ലോസ് ചലഞ്ച് എന്നല്ല, ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലോട്ട് മാറിയാലോ എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഈ ഹെൽത്തി ലൈഫ് സ്റ്റൈലിലോട്ട് നമ്മൾ മാറുന്നതിന് കുറേ കാര്യങ്ങൾ, ഇത് ഒരു 90 ദിവസം കൊണ്ട് തീരുന്ന ഒരു പങ്ക്തിയല്ല. ഈ 90 ദിവസം കൊണ്ട് ഈ ലൈഫ് സ്റ്റൈലിലോട്ട് മാറുമ്പോൾ എനിക്ക് എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വരുന്നത് എന്ന് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യമായിട്ടാണ് ഈ ഫോണിങ്ങനെ ചരിച്ചു വെച്ച് വീഡിയോ എടുക്കുന്നത്. അപ്പം അതിൻ്റേതായ പോരായ്മകളൊക്കെയാണ്. എനിക്ക് എങ്ങോട്ടാണ് നോക്കി സംസാരിക്കണ്ടേ, അല്ല എങ്ങോട്ടാണ് അതൊന്നും കറക്റ്റായിട്ട് അറിയത്തില്ല. പക്ഷേ ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു ഈ ഐഡിയാസ് നിങ്ങളിലോട്ട് എത്തിക്കണം എന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ വീഡിയോയിൽ കാണും. സോറി കേട്ടോ, എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ വീഡിയോയിൽ കാണും. അതൊക്കെ നിങ്ങളൊന്ന് എനിക്ക് കമൻ്റ് ഇട്ട് ഒന്ന് പറഞ്ഞു തന്നാൽ മതി. നിങ്ങൾ ഈ വീഡിയോസ് കാണുന്നവരെല്ലാം നിന്ന് സപ്പോർട്ട് ചെയ്യണം. ഇനിയിപ്പം ഞാൻ കാര്യത്തിലേക്ക് കടക്കാം. എനിക്ക് ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വണ്ണം ഉണ്ടായിരുന്നു. അത് ഞാൻ എങ്ങനെയൊക്കെയോ വണ്ണം കുറച്ചു. ഓക്കെ, സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്ക് 10-25 കിലോ കൂടി ഞാൻ വീണ്ടും. അപ്പം ഞാൻ നല്ല ചപ്പിയായിട്ടിരിക്കുകയാണ്. കണ്ടോ, എൻ്റെ ഫേസൊക്കെ കണ്ടോ, എനിക്ക് നന്നായിട്ട് ഫേസിൽ മൊത്തം മാർക്സ് ഒക്കെ ആയി, പിമ്പിൾസ് ഒക്കെ ആയി. ഞാൻ ഭയങ്കര ഒരു 2-3 ഷെയ്ഡ് ഞാൻ ഡാർക്കറായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെടുത്ത് പാല് പോലെ ഇരുന്നു. അങ്ങനെയൊന്നുമല്ല, കുറച്ചും കൂടെ ബ്രൈറ്റായിരുന്നു ഞാൻ. ഇപ്പം നന്നായിട്ട് ഡാർക്കായി. എൻ്റെ ലിപ്പിനൊക്കെ നല്ല പിഗ്മെൻറ്റഡ് ആയി. അങ്ങനെ ഫുള്ള് ഹെൽത്ത് ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സ്കിൻ ഇറിറ്റേഷൻസും അങ്ങനെ കുറേ പിഗ്മെൻറ്റേഷനും കുറേ ഇഷ്യൂസും ഉണ്ട് എനിക്ക്. പിന്നെ നല്ല ഫാറ്റിയാണ് ഞാനിപ്പം. എനിക്ക് നല്ല ടയർ ഫാറ്റുണ്ട്, നന്നായിട്ട് വയറുണ്ട്. ആര് കണ്ടാലും അയ്യോ ഒരു തടിച്ച് എന്ന് പറയുന്ന ഒരു ലുക്കിലോട്ട് മാറി. എൻ്റെ കാണുന്ന മിക്കവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, ഏത് റേഷൻ കടയിൽ നിന്നാണ് നിങ്ങൾ അരി മേടിക്കുന്നത്? അയ്യോ വല്ലാണ്ട് വണ്ണം വെച്ച് പോയല്ലോ, എന്താ തടി കുറയ്ക്കാൻ നോക്കാത്തേ? മിക്കവരും എന്നോട് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബിൽ തന്നെ ഇടാമെന്ന് വെച്ചത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ പോലെ ഈ ഒരു സെയിം സിറ്റുവേഷനിൽ കൂടെ കടന്നു വന്ന ഒരുപാട് പേര് കാണും. ഞാൻ ശ്രമിക്കാത്തത് കൊണ്ട് ഒന്നും അല്ല എൻ്റെ തടി കുറയാത്തത്. പിന്നെ ചിലപ്പോൾ ഇപ്പോൾ ഇച്ചിരി വണ്ണം എന്ന് പറയുന്നതല്ല നമ്മുടെ ഒരു, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ വണ്ണത്തിലൊന്നും ഇല്ലെന്നേ, ഇത്തിരി കറുത്തിരുന്നെന്ന് പറഞ്ഞൊന്നും ഇല്ലെന്നേ. ഇതിൽ ഞാൻ കോൺഫിഡൻ്റ് ആണെങ്കിൽ വേറൊരാൾക്ക് അതിൽ ഒരു അഭിപ്രായം പറയേണ്ട കാര്യമില്ല. പക്ഷേ അങ്ങനെയല്ല നമ്മൾ മലയാളികൾ. ആരായാലും എന്തിലും വലിഞ്ഞ് കയറി ഇടപെട്ട് ഓരോ കാര്യങ്ങൾ പറയും. ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഭയങ്കര രീതിയിൽ ഒരുങ്ങി നല്ല കോൺഫിഡൻസോടുകൂടി ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്ക് ആരെങ്കിലും ഒരാൾ പറയും, ഷോ ഈ ഡ്രസ്സ് ഇട്ടാകുമ്പോൾ ഒരുമാതിരി ഇരിക്കുന്നു കേട്ടോ, പോയി മാറാൻ നോക്ക്, എന്താ വണ്ണം. പണ്ടായിരുന്നെങ്കിൽ ഇത് നല്ലതായിരുന്നു. ഇപ്പം കണ്ടോ, അവരറിയുന്നില്ല ഞാനൊരു കുഞ്ഞിന് പ്രസവിച്ചതിന് ശേഷമാണ് വണ്ണം വെച്ചത്. ഓക്കെ, അത് കഴിഞ്ഞ് എൻ്റെ ബോഡി പഴയ രീതിയിലോട്ട് മാറാൻ കുറച്ച് ടൈം ഞാൻ കൊടുക്കണം. പിന്നെ ചിലപ്പോൾ എനിക്ക് എൻ്റേതായ ഹോർമോൺ ഇഷ്യൂസോ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് വണ്ണം വെക്കാം. ഇതൊന്നും അറിയത്തില്ല. നമ്മൾ കയറി തിന്ന് തടിച്ചു അങ്ങനെ, അല്ലെങ്കിൽ തടിച്ചില്ലെങ്കിൽ തിന്നത്തില്ല, പട്ടിണി കിടക്കുവാണോ? എന്തിനാണ് നിങ്ങളിങ്ങനെയൊക്കെ ഡയലോഗുകൾ പറയാൻ നിൽക്കുന്നേ? എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്, അതൊക്കെ ഭയങ്കര മോശമാണ്. നമ്മുടെ കോൺഫിഡൻസിനെ ഇതുപോലെ ബാധിക്കുന്ന വേറൊരു കാര്യമില്ല. എൻ്റെ അറിവിൽ വേറൊരു കാര്യമില്ല. വേറെ ആളെയല്ല, ഞാൻ എൻ്റെ ഒപ്പീനിയൻസ് ആണ് പറഞ്ഞത്. എന്നെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഞാൻ വെയിറ്റ് ലോസ് തുടങ്ങാം, ഡയറ്റ് തുടങ്ങാം എന്നൊക്കെ ഉദ്ദേശിച്ചത്. ഡയറ്റ് എന്നല്ല, ഞാൻ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ തുടങ്ങാൻ മതി. ഒരു ഡയറ്റ് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലോട്ട് എൻ്റെ ലൈഫ് കൊണ്ടുവരാം. ഇപ്പം ഞാൻ ഒട്ടും ഹെൽത്തി ആയ ലൈഫ് സ്റ്റൈലിൽ കൂടെ അല്ല പോകുന്നത്. അതിലോട്ട് കൊണ്ടുവരാം എന്ന് തോന്നിച്ചത് ഒരാളുടെ വാക്കോ മറ്റൊരാൾക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടിയാണ്. ഞാനിപ്പോൾ ഉറക്കം എഴുന്നേറ്റ് എൻ്റെ കണ്ണാടിയുടെ മുമ്പിൽ ചെന്നിരിക്കുമ്പോൾ എനിക്ക് വേറെ ആരെയോ പോലെ എന്നെ ഫീൽ ചെയ്യുകയാണ്. എൻ്റെ ഫേസ് ആയാലും എൻ്റെ കവളായാലും എന്നെ വേറെ ആരോ പോലെ എനിക്ക് ഫീൽ ചെയ്യുകയാണ്. അപ്പം ഞാൻ വെച്ചു, ഓക്കെ, ഇനി എനിക്കൊരു മാറ്റം വേണം. ഇല്ലെങ്കിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ എനിക്ക് എൻ്റെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഇൻട്രോവേർട്ടായിട്ട്, ഞാനൊരു അത്യാവശ്യം ഞാൻ ആൾക്കാരിലോട് സംസാരിക്കുന്ന, അത്യാവശ്യം എല്ലാവരോടും ഇടപഴകുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ ഈ ഒരു വണ്ണം വെച്ചു എന്ന് എനിക്കൊരു ഫീല് തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് മറ്റൊരാളുടെ ഇടയിൽ ചെന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് ആദ്യം തോന്നുന്ന അവരെന്നെ കുറിച്ച് എന്ത് വിചാരിക്കും, ഞാൻ ഫാറ്റി ആണെന്ന് ഫീൽ ചെയ്യും. ആ ഒരു തോട്ടാണ്. ഓക്കെ, അത് മാറ്റാമെന്ന് വിചാരിച്ചു. അതിന് കാരണക്കാർ എൻ്റെ ചുറ്റും നിൽക്കുന്നവർ തന്നെയാണ് കേട്ടോ, അല്ലാതെ എൻ്റെ മനസ്സൊന്നും അല്ല. എൻ്റെ മനസ്സിനെ അങ്ങനെ ആക്കി എടുത്തത് എൻ്റെ ചുറ്റും നിൽക്കുന്നവർ തന്നെയാണ്. അതെൻ്റെ വീട്ടുകാരെന്നോ കൂട്ടുകാരെന്നോ ബന്ധുക്കളെന്നോ ഒന്നും അല്ല.
നമ്മൾ ജസ്റ്റ് അവർ നമ്മളെക്കുറിച്ച് ബോധേഡാവുന്നതാണ്, പക്ഷേ അത് നമ്മളെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലോട്ട് മാറാം എന്ന് വിചാരിച്ചത്. ഓക്കെ, ഞാനിപ്പം ഈ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ പറയാം, ഇത് ഓഗസ്റ്റ് 1-ാം തീയതിയാണ് ഞാൻ തുടങ്ങാനിരിക്കുന്നത്. ഒരു 90 days ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 90 daysലേക്ക് വെച്ചിട്ട് എനിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ എൻ്റെ സ്കിന്നിലും എൻ്റെ ഫുള്ള് ബോഡിയിലും അതുപോലെ തന്നെ എൻ്റെ ശൈലികളിലൊക്കെ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുന്നത്, എൻ്റെ ഹാബിറ്റ്സിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുന്നത് എന്നൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാമല്ലോ. യൂട്യൂബിലാവുമ്പോഴത്തേക്ക് എന്നും അവിടെ മായത കിടക്കുമല്ലോ എന്ന് വിചാരിച്ചു, അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചെടുക്കുന്ന വീഡിയോ ആണ്. അപ്പം ഞാൻ ഈ തടി വെച്ചിരുന്നപ്പോൾ തടി കുറയ്ക്കാൻ വേണ്ടി കുറേ പൊട്ടത്തരങ്ങൾ കാണിച്ചു. എന്നെപ്പോലുള്ള മിക്കവരും ചെയ്യുന്ന കുറേ പൊട്ടത്തരങ്ങൾ, അതിൽ നിന്ന് എനിക്ക് കുറേ അനുഭവങ്ങൾ കിട്ടി. അതും കൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഇതൊക്കെ നിങ്ങൾക്ക് എനിക്ക് പറ്റിയ അമളികളും ഇനി ഞാൻ ചെയ്യാൻ പോയെന്ന്, ഇനി ഒരു ഡയറ്റ് അല്ലെങ്കിൽ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എന്തൊക്കെ ഒപ്പീനിയൻസ് എടുത്തിട്ടാണ് ഞാൻ ഇതിലോട്ട് തിരിച്ചതെന്ന് എല്ലാം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് കരുതി. ഫസ്റ്റ് എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ പറഞ്ഞുതരാം. ഞാൻ പെട്ടെന്ന് തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏതൊരു മലയാളിയെ പോലെ അല്ലെ ഏതൊരാളിനെ പോലും ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തു. 5 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 10 ദിവസം കൊണ്ട് തടി കുറയുന്ന കുറേ ഡ്രിങ്ക്സ് അല്ലെങ്കിൽ കുറേ ടിപ്സ് അതും ഇതും ഫോളോ ചെയ്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത വയറുവേദന, പിന്നെ എൻ്റെ വായിൽ നിന്നൊക്കെ തൊലി ഇങ്ങനെ ഊരി വരിക, അങ്ങനെ വളരെ സംഭവബഹുലമായ കുറേ കാര്യങ്ങൾ നടക്കും. ആരുടെ അടുത്തേലും പറയാൻ പറ്റുമോ ഇങ്ങനെ ചെയ്തിട്ടാണ്? അവരുടെ അടുത്തൊക്കെ എന്നിട്ട് ഞാൻ വാദിച്ച് നിൽക്കും. ഒന്നുമില്ല. ഞാൻ ചെയ്ത ഏറ്റവും വലിയ പൊട്ടത്തരം, എൻ്റെ ബോഡിക്ക് ഒട്ടും പറ്റാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ രാവിലെ ഉറക്കമെഴുന്നേൽക്കുക, ചൂടുവെള്ളത്തിൽ നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ച് കുടിക്കാം. ഈ സംഭവം ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മുടെ അസിഡിറ്റി കൂടും. നമ്മുടെ നല്ല എൻ്റെ ബോഡിക്ക് അത് ഭയങ്കര ദോഷമായിരുന്നു. അങ്ങനെ എനിക്ക് അസിഡിറ്റി കൂടുന്നു. എനിക്ക് പണ്ടൊരിക്കൽ എനിക്ക് കുഞ്ഞിലെ അൾസറിക്കിൻ്റെ ഒരു ഇത് കാണിച്ചിട്ടുള്ളത്. അപ്പം എൻ്റെ ബോഡിയിലോട്ട് രാവിലെ ആസിഡ് ചേരുന്നത് ദോഷമാണ്. അതിൽ എനിക്ക് കുറയുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ ആപ്പിൾ സൈഡർ വിനിഗറില്ലേ അത് കഴിക്കാൻ തുടങ്ങി. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇതൊന്നും ഇങ്ങനത്തെ ഉള്ള പൊട്ടത്തരങ്ങളൊന്നും ആരും ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്. അതൊക്കെ എൻ്റെ ലൈഫിൽ ഞാൻ ക്യാരിങ് ഒക്കെ ആയപ്പോൾ ഉണ്ടല്ലോ എനിക്ക് കിടുങ്ങൽ തുടങ്ങി. എനിക്ക് ഇപ്പോഴും ചെറിയ ഒരു മഴക്കോള് കാണുമ്പോഴേ എൻ്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങുകയാണ്. അതില്ല എൻ്റെ ഈ പൊട്ട ഡയറ്റുകളിൽ നിന്നും പൊട്ട കാര്യങ്ങൾ ഞാൻ ചെയ്തതിൽ നിന്നും പറ്റിയതാണ്. അങ്ങനെയാണ് ഞാൻ വിളിച്ചു, ഓക്കെ ഇനിയെങ്കിലും എനിക്ക് നല്ലൊരു ലൈഫ് സ്റ്റൈലിലോട്ട് മാറണം, ഞാനൊന്ന് ഹെൽത്തി ആവണം. എനിക്ക് തോന്നി അങ്ങനെ. തടി കുറയുക എന്നതല്ല എൻ്റെ മെയിൻ മുഖ്യമായിട്ട് ഞാൻ വിചാരിക്കുന്നത്. ഞാനൊന്ന് ഹെൽത്തി ആവണം, എന്നിലെ ഒരു ബെറ്റർ വേർഷൻ എനിക്ക് കൊണ്ടുവരണം എന്ന് ഞാൻ വിചാരിച്ചു. അതിനുവേണ്ടി ഞാൻ ഫസ്റ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഞാൻ ഇപ്പോൾ എൻ്റെ ബ്ലഡൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തു. ഒരു ഡോക്ടറെ കണ്ടിട്ട് എന്തൊക്കെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം എന്നറിഞ്ഞിട്ട് ഞാൻ എൻ്റെ ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്തു. അതിലെല്ലാം നോർമലാണോ അല്ലെങ്കിൽ എനിക്ക് ഹോർമോൺ ഇംബാലൻസോ വേറെ വല്ല ഇഷ്യൂസ്, തൈറോയിഡോ കൊളസ്ട്രോളോ പ്രൊജസ്ട്രോളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടോ എന്ന് തിരക്കി. കാര്യം വെച്ചാൽ അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിനി എത്ര ഡയറ്റ് കൊണ്ടുവന്നെന്ന് പറഞ്ഞാലും നമ്മൾ ഓക്കെ ആവണം എന്നില്ല. ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ടാണ് എൻ്റെ ഫലമായിട്ട് ഒന്നുമില്ല, ഞാൻ ഓക്കെയാണ് എന്നായിരുന്നു എൻ്റെ റിസൾട്ട്. ദെൻ ഞാൻ നല്ലൊരു ഡയറ്റീഷ്യനെ കണ്ടു. എൻ്റെ ബോഡിക്ക് അനുയോജ്യമായ ഒരു ഡയറ്റ് പ്ലാൻ നോക്കി വെച്ചു. പിന്നീട് ഞാൻ കാണിച്ച പൊട്ടത്തരത്തിൽ ഒന്നാണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൽ 20 മണിക്കൂർ ഫാസ്റ്റിങ്ങും 4 മണിക്കൂർ ഈറ്റിങ്ങും ചൂസ് ചെയ്തു. ഈ 4 മണിക്കൂർ എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ എഫക്റ്റ് ചെയ്തു. ഈ 4 മണിക്കൂറിലൊക്കെ ഉണ്ടല്ലോ ഈശ്വര, എൻ്റെ ബോഡിക്ക് താങ്ങാൻ പറ്റുന്നതൊന്നും അല്ലായിരുന്നു അത്. എൻ്റെ ഡയറ്റീഷ്യൻ എൻ്റെ അടുത്ത് പറഞ്ഞിങ്ങനെ 8 മണിക്കൂറാണ് ഓക്കെ, അത് മതി, അതിൻ്റെ കാര്യമേ ഉള്ളൂ എന്നാണ്. ഞാൻ 4 മണിക്കൂറൊക്കെ ചൂസ് ചെയ്ത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി. പിന്നെ കാലറീസ് കണക്കൂട്ടത്തില്ലായിരുന്നു. പട്ടിണി കിടന്ന് തടി കുറയ്ക്കാൻ നോക്കി. ഇതൊക്കെ പൊട്ടത്തരമാണ്. പട്ടിണി കിടന്നും തടി കുറയ്ക്കാനൊന്നും നോക്കരുത്. അത് നമ്മളെ ഫ്യൂച്ചറിലോട്ടും നമ്മളെ മസിൽസൊക്കെ ലൂസായി പോകും. പിന്നെ നമ്മളിനി എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ അത് തിരിച്ചു പിടിക്കാൻ വലിയ പാടാണ്. അതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. പിന്നെ വർക്കൗട്ട് ദേഹം അനങ്ങാതെ തടി കുറയണം. ഇതൊരു മലയാളിയും പോലെ ഞാൻ ആദ്യം ചിന്തിച്ചതാണ്, ദേഹം അനങ്ങാതെ തടി കുറയണം. ദേഹം അനങ്ങാതെ എങ്ങനെയാണ് സാറേ തടി കുറയുന്നത്? ഇത്രയും കലോറീസ് കഴിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ആ കലോറീസ് എരിച്ച് കഴിയാതെ എങ്ങനെ ഞാൻ തടി കുറയ്ക്കും? ഇതൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. എനിക്ക് തടി കുറഞ്ഞാൽ മതിയല്ലോ. നടക്കെടുക്കുകയൊന്നും ചെയ്യാതെ ഞാൻ തടി കുറഞ്ഞു കഴിഞ്ഞാൽ അതല്ലേ നല്ലത്? നിങ്ങൾ പറയും. അങ്ങനെ കുറേ പൊട്ടത്തരങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്.
അപ്പം എനിക്ക് കുറേ ലൈഫ് സ്റ്റൈൽസ് ഇപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് അനുയോജ്യമായ രീതിയിൽ നമ്മൾ വെള്ളം എടുക്കാവും. നമ്മുടെ ബോഡി വെയിറ്റ് എത്രയുണ്ടോ അതിൻ്റെ പ്രൊപ്പോർഷൻ വെച്ച് വേണം വെള്ളം കുടിക്കാൻ. ഓവറായിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വെള്ളം കുടിച്ചാൽ തടി കുറയും. അന്നേരം നമ്മൾ എന്ത് ചെയ്യും? ഇഷ്ടം പോലെ വെള്ളം കുടിക്കാനാണ്. ഒരു ലിമിറ്റിൽ കൂടുതൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ തന്നെ മിനറൽസും ഫാറ്റ്സും ഒക്കെ, നല്ല മിനറൽസും പ്രോട്ടീൻസും വൈറ്റമിൻസും ഒക്കെ ആ വെള്ളത്തിൽ കൂടെ പോവുക. യൂറിനേറ്റ് ചെയ്യുമ്പോൾ ഓവർ യൂറിനേഷൻ വരുമ്പോഴത്തേക്ക് അതിന് പോവുകയാണ്. ഇതൊന്നും അറിയാതെ ഞാൻ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടി. ഞാനെന്നല്ല, എന്നെ പോലെ പലരും. അതുകൊണ്ടാണ് ഞാൻ തുടക്കം തന്നെ ഇങ്ങനെ വീഡിയോ ഇടാന്ന് വെച്ചത്. ഞാനൊരു ഡയറ്റ് ചെയ്തു, ഞാനൊരു ഇത് ചെയ്തു, ഞാനൊരു ഡ്രിങ്ക്സ് കുടിച്ചു, അത് ഫോളോ അപ്പ് ചെയ്യണം എന്നൊന്നും ഞാൻ പറയത്തില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നല്ലൊരു ലൈഫ്, നല്ലോണം തടി കുറയ്ക്കണം, അല്ലെങ്കിൽ തടി കുറയ്ക്കാനല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി ഹെൽത്തി ആക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നല്ലൊരു ഡയറ്റീഷ്യനെ കാണാം. ആള് പറയുന്ന കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യാം. അതിനുശേഷം ഇപ്പം ഡീറ്റോക്സ് വാട്ടർ കുടിക്കാൻ പറഞ്ഞു. ഓക്കെ, അവർ പറയുന്ന അത് അല്ലാതെ നമ്മുടെ ബോഡിക്ക് അനുയോജ്യമായ എന്തെങ്കിലുമൊക്കെ ഡീറ്റോക്സ് ഡ്രിങ്ക്സ് തപ്പി കണ്ടുപിടിച്ച് കുടിക്കാം. അവരുടെ അടുത്ത് ചോദിക്കാം, നമുക്ക് ബോഡിക്ക് ചേരാത്ത എന്തൊക്കെ സാധനങ്ങളാണ്, നമ്മുടെ ബോഡിക്ക് അലർജറ്റിക് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് പിടിക്കാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് സെറ്റ് ചെയ്യാം. ഇപ്പം അങ്ങനെയാണ് ഞാനൊരു 90 days ചലഞ്ചിലേക്ക് പോവാന്ന് വിചാരിച്ചത്. അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കാലറി കാൽക്കുലേഷൻ തുടങ്ങി. ഫുഡ് കഴിക്കുമ്പോൾ എത്ര കാലറീസ് കഴിക്കാമെന്ന് വെച്ചു. പിന്നെ എൻ്റെ ചുറ്റുപാടിന് അനുയോജ്യമായൊരു ഡയറ്റ് പ്ലാൻ കൊണ്ടുവന്നു. എൻ്റെ വീട്ടിൽ എന്നും ചോറും കറിയും വെക്കുന്നൊരു വീടാണ്. ആ വീട്ടിൽ ഞാൻ എനിക്കൊരു ചോറ് കഴിക്കത്തേ ഇല്ല എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ഡയറ്റ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇത് കഴിയുമ്പോൾ ഞാൻ പിന്നെ ഈ വീട്ടിൽ തന്നെയല്ലേ നിൽക്കുന്നത്. എല്ലാവർക്കും ഒരു ഫുഡ് വെക്കുമ്പം അതിലൊരു പങ്ക് നമ്മൾ കഴിച്ചില്ലെങ്കിൽ നമ്മളെ വീട്ടിലെ അമ്മമാർക്ക് അത് സഹിക്കത്തില്ല. വേറെ ആർക്ക് സഹിച്ചാലും അമ്മമാർക്ക് അതിലും വലിയൊരു വിഷമമില്ല. സോ ഞാൻ വിചാരിച്ചു ചോറ് കഴിക്കാം. ദിവസവും കഴിച്ചില്ലെങ്കിലും വീക്കിലി ട്വൈസ് എങ്കിലും ചോറ് കഴിക്കാം. വല്ലപ്പോഴും ചോറ് കഴിക്കുമ്പോൾ അത്യാവശ്യത്തിൽ കൂടുതൽ പച്ചക്കറികൾ അതിൻ്റെ കൂടെ, സലാഡായിട്ടും അവിയലായിട്ടും സാമ്പാറായിട്ടും തോരനായിട്ടും മെഴുക്കായിട്ടും എല്ലാം ഇഷ്ടം പോലെ പച്ചക്കറികൾ അതിൻ്റെ കൂടെ കഴിക്കണമെന്നേ ഉള്ളൂ. അങ്ങനെ ചോറ് കഴിച്ച് നാടൻ നമ്മളെ കൊണ്ട് പറ്റുന്നൊരു ഡയറ്റ് മുന്നോട്ട് കൊണ്ടുപോവുക. ഇങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നന്നായിട്ട് കാലറി ലെസ് ചെയ്യണം. നന്നായിട്ട് ജിമ്മിൽ പോയോ അല്ലാതെ നടക്കാൻ പോയോ എങ്ങനെയെങ്കിലും കുറച്ച് കാലറീസ് എരിച്ച് കളയണം. അങ്ങനെ ഞാൻ ഒരു ജിമ്മിൽ പോയി ജോയിൻ ചെയ്തു. ഇതൊക്കെയാണ് ഇപ്പം ഞാൻ ഇതുവരെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരു ഒന്നാം തീയതി ഒരു 3-ാം തീയതി ജിമ്മിൽ പോയി തുടങ്ങും, 1-ാം തീയതി ഡയറ്റ് തുടങ്ങും. 2 ദിവസം എനിക്ക് എൻ്റെ ബോഡി ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ കൊടുക്കണം. ഇതാണ് ഇനി എൻ്റെ ബോഡിയിലേക്ക് ചെല്ലാൻ പോകുന്ന ഫുഡിൻ്റെ രീതി. ഇപ്പോഴും ഞാൻ കൺട്രോൾഡാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നാളെ ഡയറ്റ് തുടങ്ങുക, ഇന്ന് രാത്രി വരെ ഇവിടം വരെ നിറച്ച് കഴിച്ചിട്ട് നാളെ തൊട്ട് ഞാൻ സ്ട്രിക്റ്റാണ്. അതല്ല വേണ്ടത്. എൻ്റെ ഡയറ്റീഷ്യൻ എന്നോട് പറഞ്ഞത് അങ്ങനെയാണ്. ഈ ഡയറ്റ് തുടങ്ങുന്നതിന് പിറ്റേ ദിവസം കൊണ്ട് തന്നെ ഫുഡെല്ലാം കൺട്രോൾ ചെയ്യാതെ, ഇപ്പോൾ ഒരു പ്ലേറ്റ് ചോറ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ 3/4 പ്ലേറ്റോ 1/2 പ്ലേറ്റോ ആക്കുക. ഓക്കെ, അതൊരു 2 ദിവസം കഴിക്കാം. അത് കഴിയുമ്പം അതിൻ്റെ ഹാഫ് ആക്കുക. അങ്ങനെ പ്രൊപ്പോർഷൻസ് കുറച്ച് കൊണ്ടുവരിക. ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇൻ്റർവെൽസ് കുറയ്ക്കുക. പക്ഷേ നമ്മൾ രാവിലെ എന്തെങ്കിലും വയറ് നിറച്ച് കഴിക്കും, ഉച്ചയ്ക്ക് വയറ് നിറച്ച് കഴിക്കും, രാത്രി കിടക്കുന്നതിന് തൊട്ട് മുന്നേ വയറ് നിറച്ച് കഴിക്കും, കയറി കിടക്കും. ഇത് മാറ്റിയിട്ട് രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പം ലൈറ്റായിട്ട് ഏതെങ്കിലും ഡീറ്റോക്സ് വാട്ടർ കുടിച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് കുതിർത്ത ബദാമോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാം. പിന്നെ കുറച്ച് കഴിഞ്ഞ് വേറെ എന്തെങ്കിലും കഴിക്കാം. പിന്നെ കുറച്ച് കഴിഞ്ഞ് വേറെ എന്തെങ്കിലും കഴിക്കാം. പക്ഷേ നന്നായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്, പക്ഷേ ഇൻ്റർവെൽസും ക്വാണ്ടിറ്റിയിലുമാണ് ഇരിക്കുന്ന കാര്യങ്ങൾ. ഇതൊന്നും നമുക്കറിയത്തില്ലല്ലോ. പിന്നെ പട്ടിണി കിടന്ന് തടി കുറച്ചിട്ട് ആരുമില്ല ഗ്ലാമറായി അല്ലെങ്കിൽ ഹെൽത്തി ആയി മാറിയത്. തട്ടിനി കിടന്ന് തടി കുറച്ചോ 10 ദിവസം കഴിഞ്ഞാൽ അസുഖമാണ്, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റേതായ ഒരുപാട് ഇഷ്യൂസ് വരും. ഇതൊക്കെ നോക്കി കണ്ടിട്ടാണ് ഞാനൊരു ഇത് തുടങ്ങാമെന്ന് വെച്ചാൽ. അതുപോലെ ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ ഞാനൊരു ഡയറ്റീഷ്യനല്ല. എൻ്റെ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ എൻ്റെ ഒരു അനുഭവം ഞാൻ ഇവിടെ പറഞ്ഞു. എൻ്റെ അനുഭവത്തിൽ എനിക്ക് ഹെൽത്തി വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് ഹെൽത്തി ലൈഫ് സ്റ്റൈലിൽ കൂടെ വരത്തുള്ളൂ. അപ്പോൾ അത് ഞാൻ നിങ്ങളോട് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം, ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാം. ഞാൻ അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആവട്ടെ. നമ്മളെ ചുറ്റും നിന്ന് കളിയാക്കുന്നവരൊന്നും നമുക്കൊരു മോട്ടിവേഷൻ അല്ല തരുന്നത്, നമുക്ക് വേദനകളാണ് തരുന്നത്. ഓക്കെ, എന്നെപ്പോലെ നല്ലവണ്ണം വണ്ണം വെച്ചിരിക്കുന്നവരായാലും
അല്ലെങ്കിൽ നല്ല മെലിഞ്ഞിട്ട് വണ്ണം വെക്കാതിരിക്കുന്നവരായാലും അവരോട് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ. നിങ്ങൾ നിങ്ങളിൽ സന്തോഷത്തിലാണ്, ഹാപ്പിയാണ്, നിങ്ങൾ ഓക്കെ ആണെന്ന് നിങ്ങൾക്ക് ഇന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ വേറെ ആരെന്ത് പറഞ്ഞാലും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. എനിക്ക് ഈ വണ്ണത്തിൽ എന്നെ കാണാൻ ഇഷ്ടമാണ് എങ്കിൽ ഞാൻ വണ്ണം കുറയ്ക്കത്തില്ല. ഓക്കെ, വണ്ണം എന്നുള്ളതല്ല ഞാൻ ഇവിടെ പറയുന്നത്, ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്നുള്ളതാണ്. മെയിൻലി നമ്മൾ ആ ഒരു രീതിയിലോട്ട് പോകുമ്പോൾ ഈ ജങ്ക് ഫുഡൊക്കെ, എനിക്ക് ജങ്ക് ഫുഡ് ഇഷ്ടമാണ്, എനിക്ക് പുറത്ത് കടയിൽ നിന്ന് ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ അത് ഞാൻ മാസത്തിലൊരിക്കലോ 2 ആഴ്ച കൂടുമ്പോഴോ ആക്കി മാറ്റാനാണ് ഇപ്പം തീരുമാനിച്ചിരിക്കുന്നത്. ഒന്നും അവോയ്ഡ് ചെയ്യണ്ട. നമ്മുടെ ജീവിതത്തിന് എന്നും പാടെ തുടച്ചു മാറ്റേണ്ട കാര്യമില്ല, എല്ലാമാവാം ഒരു പരിധി വരെ. ആ ഒരു പരിധി നമ്മൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജയിച്ചു തുടങ്ങി. അതിനു വേണ്ട എല്ലാ മോട്ടിവേഷൻസും ഞാൻ നിങ്ങൾക്ക് തരാം. ഞാനും ഈ ഒരു പരിധി വരയ്ക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഞാനിപ്പം ആ ഒരു ഇതിൽ നിന്നുകൊണ്ട് അല്ല ഞാനിതെല്ലാം ചെയ്ത് സെറ്റായി, അങ്ങനല്ല. ഞാനും ഒരു തുടക്കക്കാരിയാണ് നിങ്ങളെ പോലെ തന്നെ, നല്ലൊരു ലൈഫ് സ്റ്റൈൽ തുടങ്ങാനായിട്ട്. അപ്പം എനിക്ക് വരുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് കൂടി പറഞ്ഞു തരാം, അത്രേ ഞാൻ വിചാരിക്കുന്നുള്ളൂ, കാണിച്ചു തരാം. അല്ലാതെ ഞാൻ ചെയ്യുന്ന ഡയറ്റോ ഞാൻ ചെയ്യുന്ന രീതികളോ ഒന്നും നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാനല്ല ഞാൻ പറയുന്നത്. ഞാൻ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യും, ലൈവിൽ വരും. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ലൈവിൽ ഇന്നിട്ട് ഞാൻ റെഗുലറായിട്ട് വരും. വരുന്നതിന് ഒരു മണിക്കൂർ മുമ്പേ ഞാൻ പോസ്റ്റ് ഇടും, എത്ര മണിക്കാണ് ഞാൻ വരാൻ പറ്റുന്നത്. എന്തായാലും നൈറ്റ് ഞാൻ ലൈവിൽ വരും. കുറച്ച് നേരം ഞാൻ എന്തായാലും ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിൽ നൈറ്റ് ലൈവിന് വരും. അല്ലാതെ ഏതെങ്കിലുമൊക്കെ ഫ്രീ ടൈമിൽ ഉണ്ടെങ്കിൽ ഞാൻ ലൈവിന് വരാം. ആ ടൈമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സംശയം മീൻസ് ഇപ്പം ഞാൻ കാണിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, എന്തെങ്കിലും ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ പറയാം. എനിക്കും അത് ഭയങ്കര ഉപകാരപ്രദമാവും. ഞാൻ ഈ ആദ്യമായിട്ട് ഈ ചാനൽ തുടങ്ങുന്നവർക്ക് ഒരുപാട് അബദ്ധങ്ങളൊക്കെ പറ്റില്ലേ, എനിക്കറിയത്തില്ല എവിടെ നോക്കിയാൽ. ഇപ്പോഴും ഞാൻ പറയണേ, എനിക്ക് എവിടെ നോക്കിയാണ്, ഇവിടെയാണോ ക്യാമറ ഇവിടെയാണോ നോക്കി സംസാരിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. എനിക്കിപ്പം കംഫേർട്ട് കിട്ടുന്നത് ഇങ്ങോട്ട് നോക്കുമ്പോഴാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ നോക്കി സംസാരിക്കുന്നത്. അത് പൊട്ടത്തരമാണെന്ന് എനിക്ക് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്, അത് പൊട്ടത്തരമാണ്. പക്ഷേ എനിക്ക് എൻ്റെ മുഖം ഇങ്ങനെ നേരെ കാണുമ്പോഴത്തേക്കുണ്ടല്ലോ എനിക്കെന്തോ എൻ്റെ കണ്ണിനൊക്കെ ഒരു വേദന. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ച് സംസാരിക്കുന്നത്. ഇതൊക്കെ ഇതിൽ പറയേണ്ട കാര്യമില്ല, എങ്കിൽ പോലും ഞാൻ ഇടയ്ക്ക് ആഡ് ചെയ്തതാണ്. നിങ്ങളുടെ സപ്പോർട്ടേ ഉള്ളൂ എനിക്കിനി അങ്ങോട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി ബാക്കി നാളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം എന്തൊക്കെയാണ് ഫുഡ് ഐറ്റംസ് വരുത്തുന്ന കാര്യങ്ങൾ, ഗ്രോസറി പർച്ചേസിങ് എന്തൊക്കെയാണ് ഐഡിയാസ്, എന്ത് ഫുഡാണ് ഞാൻ കഴിക്കാൻ കൂടുതലായിട്ട് ഉദ്ദേശിക്കുന്നത്, അങ്ങനെയൊക്കെ. ഇനി ജാപ്പനീസ് വാട്ടർ തെറാപ്പി കൂടി ഞാൻ നോക്കുന്നുണ്ട്. ആ രീതിയിൽ വെള്ളം കുടിച്ച് പോകാമെന്നുള്ള രീതിയിൽ. അപ്പം അത് കുടിക്കുമ്പം അതിൽ എനിക്ക് എത്ര ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട്, ഇതെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യാൻ വരിക. അപ്പം ശരി, നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും നാളെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഈ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈവിൽ വരുമ്പോൾ ഇതിലൊക്കെ നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ അന്നേരം ക്ലിയർ ചെയ്ത് തരാം. ശരി, നാളെ കാണാം.